ഇനി നമ്മുടെ മുമ്പിലുള്ളത് 25 മിനിറ്റുകൾ കൂടി മാത്രമാണ്. പാലക്കാട്ടെ മത്സരക്കളത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ? അതോ 1, 2, 3 എന്ന പഴയ 3 തെരഞ്ഞെടുപ്പിലെ നില അതേപടി തുടരാൻ പോവുകയാണോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലിന്റെ പ്രിയപ്പെട്ട സഹയാത്രികൻ ഇത്തവണ ഷാഫിയുടെ പിൻഗാമിയായി ഷാഫിയേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിലയുറപ്പിക്കുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. ഡോക്ടർ സരിന് ഏറ്റവും അവസാനത്തെ മൊമെന്റിൽ തനിക്ക് സീറ്റ് കിട്ടാത്തതിൽ ഷാഫി പറമ്പിലിന്റെ ഒറ്റയ്ക്കുള്ള തീരുമാനത്തിലെല്ലാം വിയോജിച്ചുകൊണ്ട് പുറത്തിറങ്ങിവെന്ന് വളരെ പൊടുന്നനെ പിണറായി വിജയനെ നേതാവായി പ്രഖ്യാപിച്ച ആളാണ്. ആ സരിനെ ഇടതുപക്ഷം സ്വീകരിച്ചോ, ഇടതുപക്ഷത്തിന് പുറത്തുള്ള മനുഷ്യർ സ്വീകരിച്ചോ, മെട്രോമാന് കിട്ടിയ ഒരു വിദ്യാസമ്പന്നനായ ഉദ്യോഗസ്ഥ പ്രമുഖൻ എന്ന അഡ്വാൻറ്റേജ് തനിക്ക് കിട്ടും എന്ന ആത്മവിശ്വാസം അദ്ദേഹം അപ്പോഴും ഇപ്പോഴും പങ്കുവെക്കുന്നുണ്ട്. അത് പാലക്കാട്ടുകാർ സരിന് വകവെച്ച് കൊടുത്തിട്ടുണ്ട്. ഡോക്ടറുടെ കുഴൽ എന്ന അവരുടെ ഈ പ്രയോഗം എന്തുമാത്രം സവിശേഷമായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതോ സി കൃഷ്ണകുമാർ എന്ന അവിടുത്തെ പ്രാദേശികമായി ഗ്രിപ്പുള്ള നേതാവ്? ഈ ബഹളത്തിനിടയിൽ മറന്നുപോകാത്തൊരു പേര് പി വി അൻവറിൻ്റെതാണ്. പി വി അൻവർ എന്ന പ്രതിഭാസം ഒരു ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റാണോ എന്ന് തെളിയിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലം കൂടിയായിരിക്കും അത്. ചേലക്കരയിലെങ്കിലും ഗണ്യമായ ഒരു വോട്ട് പിടിച്ചാൽ മാത്രമേ അൻവറിന് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്റെ ഒരു പ്രഭാവം തെളിയിക്കാൻ കഴിയും. നിഷാദ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാലക്കാട് അൻവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് പിൻവലിച്ചു. സാറിന് എന്താണ് തോന്നുന്നത്? പി വി അൻവർ ഫാക്ടർ എങ്ങനെയായിരിക്കും നമ്മളൊരു 12 മണിയാകുമ്പോൾ രേഖപ്പെടുത്താൻ പറ്റുക? എനിക്ക് തോന്നുന്നില്ല കാര്യമായ ഒരു സ്വാധീനം ഉണ്ടാക്കും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നിരീക്ഷിച്ചിടത്തോളം മാത്രം സുധീർ, ഞാൻ ആദ്യഘട്ടത്തിൽ നമ്മൾ അവിടെ പോയ സമയത്ത് നമുക്ക് അതായത് രമ്യക്ക് അനുകൂലമല്ലാത്ത ഘടകങ്ങളുടെ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളെന്ന നിലയിലായിരുന്നു സുധീർ ഉണ്ടായിരുന്നത്. അല്ലാതെ ഇടതുപക്ഷ വോട്ടുകളുടെ അല്ലെങ്കിൽ ഇപ്പോൾ ചേലക്കരയിൽ ഒരു തവണ സംഭവിച്ചതുപോലെ ഒരു ആൻറ്റി ഇൻകുംബൻസി അവിടുത്തെ തന്നെ ജനപ്രതിനിധിയോട് ഉണ്ടായിരുന്ന PK ബിജുവിനോടൊക്കെ MP സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആളോട് ഉണ്ടായിരുന്ന ആൻറ്റി ഇൻകുംബൻസി കാരണം തിരിച്ചു വോട്ട് ചെയ്ത ആ ഒരു സ്വഭാവത്തിൽ ചേലക്കര നിൽക്കുന്നുണ്ടായിരുന്നില്ല. പകരം രമ്യക്ക് നഷ്ടപ്പെടാവുന്ന വോട്ടുകൾ അല്ലെങ്കിൽ രമ്യയോട് എതിർപ്പുള്ള കോൺഗ്രസ് വോട്ടുകൾ നേടുന്ന ഒരാളായിട്ട് സുധീർ അവിടെ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ നിന്ന്. യഥാർത്ഥത്തിൽ അൻവർ ലക്ഷ്യം വെക്കുന്നത് അതല്ലല്ലോ, LDFന്റെ വോട്ടുകളാണ്. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ മുസ്ലിം കേന്ദ്രങ്ങളിൽ നട്ടു പറഞ്ഞ പോലെ മുസ്ലിം കേന്ദ്രങ്ങളിൽ അയാൾ കൂടുതൽ സ്വാധീനം ചെലുത്തും. ആ വോട്ടുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. LDFനെതിരായിട്ടുള്ള വോട്ടുകൾ അത് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെ സംശയിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ കാണേണ്ടത് വെച്ചാൽ രമ്യ ഹരിദാസിനോടുള്ള എതിർപ്പ് കോൺഗ്രസിനകത്തും UDFനകത്തും ഒരു പരിധിവരെ പരിഹരിച്ചു കൊണ്ടുവരാൻ അവരുടെ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ രമ്യ ആ തുടക്കത്തിലുണ്ടായിരുന്ന രമ്യയുടെ ആ പറയുന്ന തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ രമ്യക്ക് അവസാനിച്ചിരുന്നു. UDF തന്നെ നേരിട്ട് അവരുടെ പ്രചാരണം ഏറ്റെടുക്കുകയോ ഒക്കെ ചെയ്ത ഒരു സന്ദർഭമായിരുന്നു. UDFന് പരിക്കുണ്ടാക്കിയാലും അൻവറിന് UDF നേതൃത്വമായിട്ട് സംസാരിക്കാൻ പറ്റും. പിന്നെ അത് പറ്റും. ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം അതിനകത്ത് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അത് ഇത് വരട്ടെ. ചേലക്കരയിൽ നിന്ന് K അഖിൽ നമ്മുടെ കൂടെ ഉണ്ട്. അഖിൽ, അവസാനത്തെ ഒരു മൊമെന്റിലേക്ക് കടക്കുകയാണ്. ഇനി വളരെ കുറച്ച് സമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ചേലക്കരയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്? നമുക്ക് ഏത് സമയമാകുമ്പോഴേക്കും ചേലക്കരയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിന് ഒരു പൊതുസ്വഭാവം ഉണ്ടെങ്കിൽ ആ പൊതുസ്വഭാവം എപ്പോൾ പറയാൻ പറ്റുമായിരിക്കും? നിഷാദ്, ചേലക്കരയിൽ ഇതാ 2 സ്ട്രോങ് റൂമുകളും തുറന്നിരിക്കുന്നു. ആദ്യം തുറന്നത് 1ാം നമ്പർ സ്ട്രോങ് റൂമാണ്. അതായത് 1 മുതൽ 87 വരെയുള്ള EVM മെഷീനുകൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമാണ് തുറന്നത്. അതിനുശേഷം 2ാമത്തെ സ്ട്രോങ് റൂം തുറന്നു. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും EVM മെഷീനുകൾ നീല നിറത്തിലുള്ള നീലയും ചാരയും കലർന്ന നീല പെട്ടികൾ ഇപ്പോൾ ഇന്ന് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചേലക്കരയുടെ വിധി എഴുതാനുള്ള പെട്ടി തന്നെയാണ്. ആദ്യമായി എഴുതുന്നത് വരവൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 13 ബൂത്തുകളും ദേശമംഗലം പഞ്ചായത്തിലെ ഒരു ബൂത്തും ഉൾപ്പെടെ 14 ടേബിളുകളിലായിട്ട് 14 ബൂത്തുകൾ എണ്ണും. അതിനുശേഷമാണ് 2ാമത്തെ റൗണ്ടിൽ ദേശമംഗലം പഞ്ചായത്തിലേക്കാണ് പിന്നീട് കടക്കുന്നത്. 2ാമത്തെ റൗണ്ടിലേക്ക് 3ാമത്തെ റൗണ്ട് ആകുമ്പോഴേക്കും വള്ളത്തോൾ നഗറിലേക്ക് കടക്കും. 4ാമത്തെ റൗണ്ടിൽ പകുതിയോടുകൂടി ഈ വള്ളത്തോൾ നഗരം പൂർത്തിയാവും. ഈ 3 പഞ്ചായത്തുകൾ എണ്ണി തീരുമ്പോഴേക്കും നമുക്ക് ഏകദേശം എന്താണ് ചേലക്കരയുടെ ചിത്രം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ആദ്യത്തെ 3 പഞ്ചായത്തുകൾ നമ്മൾ സൂചിപ്പിച്ച ആദ്യത്തെ 3 പഞ്ചായത്തുകൾ കൃത്യമായി CPMന് വ്യക്തമായ വേരോട്ടമുള്ള CPMന്റെ വോട്ട് ബാങ്കുകളായിട്ടുള്ള പഞ്ചായത്തുകളാണ് എന്നുള്ളതാണ്. ആ പഞ്ചായത്തുകളിൽ ഒരു 8000-നടുത്ത് വോട്ട് ലീഡ് UR പ്രദീപ് നേടാനായി കഴിഞ്ഞാൽ ചേലക്കര സേഫാണ്, പ്രദീപിനൊപ്പമാണ് ചേലക്കര ഇത്തവണയും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. പക്ഷെ അതിന് താഴേക്കുള്ള രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോലും കാര്യങ്ങൾ കടക്കുന്ന തരത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിനുശേഷം പിന്നീട് കൊണ്ടാഴിയും പാഞ്ഞാളും എണ്ണുന്നു. ആ 2 പഞ്ചായത്തുകൾ ഒരു ബലാബലത്തിലേക്ക് പോയാൽ പോലും ചേലക്കര പിന്നീട് മധ്യത്തിലിടുന്ന ചേലക്കര വലിയൊരു നിർണായകമാണ്. കാരണം ഈ ഒരു 8000-ലേക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ചേലക്കരയിൽ വിചാരിച്ച വോട്ട് നേടാനും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ
വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പി ആർ പ്രദീപ് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നത്. കാരണം ചേലക്കരയിൽ വലിയ വോട്ടുള്ള ഒരു പഞ്ചായത്താണ്. ഏറ്റവും കൂടുതൽ വോട്ടുള്ള 2 പഞ്ചായത്തുകൾ, ഒന്ന് ചേലക്കരയും മറ്റൊന്ന് പഴയന്നൂരുമാണ്. ഏറ്റവും അവസാനം എണ്ണുന്നത് പഴയന്നൂരാണ്. ആ പഴയന്നൂരാണ് കോൺഗ്രസിന് വലിയ ശക്തി കേന്ദ്രം, കോൺഗ്രസിന്റെ വലിയ പ്രതീക്ഷകളൊക്കെ തന്നെ ഉള്ളത് ആ പഞ്ചായത്തിലാണ് എന്നുള്ളതാണ്. കൃത്യമായി തന്നെ ഈ ചേലക്കരയിലെ ഈ ചേലക്കര പഞ്ചായത്തിൽ ഒരു 1500 അടുത്തേക്ക് രമ്യ ലീഡ് നേടുകയാണെങ്കിൽ കളം മാറും എന്നുള്ളതാണ്. അതായത് 8000-നടുത്ത് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടേക്ക് ഈ ചേലക്കരയിൽ രമ്യ കയറുകയും ചെയ്ത് കഴിഞ്ഞാൽ പ്രദീപ് സ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ എന്നുള്ളതാണ്. കാരണം അഖിൽ, ഈ ആദ്യം 8000-ന് അടുത്തുള്ള ഭൂരിപക്ഷം ആദ്യത്തെ ഈ 3 പഞ്ചായത്തുകളിൽ ആ ലീഡ് പിന്നെ പ്രദീപിന് ഉണ്ടാകണം എന്നതൊരു പ്രീ കണ്ടീഷനാണ്. ഈ ചേലക്കര നിലനിർത്താൻ LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രീ കണ്ടീഷനാണ് എന്നുള്ളത് കാണുന്നു. അതാണിപ്പോൾ അഖിൽ പറഞ്ഞത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ 3 പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളമുള്ള സ്ഥിതി എന്താണ്? അവിടെ CPM-നകത്ത് CPM-ന്റെ വോട്ടുകൾ വീഴാതിരിക്കാനുള്ള സാഹചര്യം എന്തെങ്കിലും ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ? സർക്കാരിനോടുള്ള എതിർപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണേണ്ടത് CPM-ന്റെ കോർ വോട്ടുകളെ സംബന്ധിച്ചായിരിക്കില്ല. കോർ വോട്ടുകൾ എപ്പോഴും അവരുടെ പോക്കറ്റിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോർ വോട്ടിന് പുറത്തുള്ള CPM അനുഭാവികളുടെ വോട്ടുകളാണ് നമുക്ക് സർക്കാരിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാറിപ്പോകുമോ എന്നൊക്കെ ചിന്തിക്കാനുള്ളത്. അവിടെ ഞാൻ ചോദിക്കുന്നത്, CPM-ന്റെ കോർ വോട്ടുകൾക്ക് എന്തെങ്കിലും പിന്നെ ഷിഫ്റ്റ് സംഭവിക്കാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടായതായി തെരഞ്ഞെടുപ്പ് കാലത്ത് തോന്നിയിട്ടുണ്ടോ? പ്രബോധ, തീർച്ചയായും. അതായത് ഞാൻ ഈ 8000-ന്റെ കണക്ക് ആവർത്തിച്ച് പറയുന്നൊരു കാരണമുണ്ട്. അതായത് ഈ PV അൻവർ പ്രവർത്തിച്ചത് ഈ പറയുന്ന വരവൂരും ദേശമംഗലവും വള്ളത്തോൾ നഗരവും കേന്ദ്രീകരിച്ചാണ്. മറ്റുള്ള പ്രദേശങ്ങളിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് PV അൻവർ പ്രവർത്തനമേ നടന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രധാനമായും ഈ സ്ഥലങ്ങളിലാണ്. അവിടെയുള്ള CPM-ൽ നിന്നും ഒരു എതിരഭിപ്രായമുള്ളത് അത്തരത്തിലൊരു ചെറിയ സ്വഭാവമുള്ള ആളുകളെയൊക്കെ തന്നെ തനിക്കൊപ്പം കൂട്ടണം. അതായത് CPI-യുടെ ഒക്കെ തന്നെ ഒരു പഞ്ചായത്ത് മെമ്പറെ ഒപ്പം നിർത്തി, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ വന്നില്ലെങ്കിലും തനിക്കൊപ്പം പിന്നണിയിൽ നിർത്താനുള്ള PV അൻവർ അവിടെ സാധിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത്തരത്തിൽ അവിടെ നിന്നുള്ള CPM അനുകൂലമായിട്ടുള്ള ഈ നഗറുകളുണ്ട്, പട്ടികജാതിപ്പെട്ട സംവരണ നഗറുകളുണ്ട്. ഈ സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു അൻവറിന്റെ പ്രവർത്തനം. ഒപ്പം തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ BJPയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് CPM ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഇത്തരം നഗറുകളാണ്. അപ്പോൾ അവിടെ നിന്നും ഈ പ്രവർത്തനങ്ങൾ വർക്ക് ചെയ്താൽ, അതായത് അൻവറിന് ഈ ഒരു പ്രദേശത്ത് നിന്ന് ഒരു 2000-ഓളൊക്കെ വോട്ട് നേടാനായി കഴിഞ്ഞത്, മൊത്തത്തിൽ ഒരു 500-600 വോട്ട് പോലും PV അൻവറിന് ഈ 3 പഞ്ചായത്തുകളിൽ നിന്നൊക്കെ നേടാൻ കഴിഞ്ഞാൽ, അതായത് മുൻകാലങ്ങളിൽ സ്വന്തം സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ SDPയുടെ സ്ഥാനാർത്ഥികൾക്കൊന്നും തന്നെ നേടാൻ കഴിയാത്ത ഒരു വോട്ടാണ് ഈ 3 പഞ്ചായത്തുകളിൽ ഈ 2000-അടുത്ത് വരുന്ന വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് PV അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ നേടാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായും തിരിച്ചടിയാവുക CPM-നാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ 3 പഞ്ചായത്തുകളിൽ 8000-നടുത്തെങ്കിലും ഭൂരിപക്ഷം നേടിയില്ലെങ്കിൽ അത് ഒരു ട്രെൻഡായിട്ട് നമുക്ക് CPM കേന്ദ്രങ്ങളിൽ പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം CPM-ന് ഭയക്കേണ്ടിയിരിക്കുന്നത് PV അൻവറിനെയാണ്, അല്ലാതെ UDF-നെ അല്ല. അതായത് തീർച്ചയായും. കാരണം ഒപ്പം ഈ വള്ളത്തോർ നഗറിലേക്ക് എത്തുമ്പോൾ UDF അമിതമായ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് UDF-ന് ഒരു വാർഡ് മെമ്പർ പോലും ഇല്ലാത്ത പഞ്ചായത്താണ് വള്ളത്തോൾ നഗർ എന്ന് പറയുന്നത്. 16-ൽ 15 CPM-ഉം ഒരു BJP-യും ഉള്ളത്. അത്തരത്തിലൊരു വാർഡ് മെമ്പർ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഇത്തവണ ഒരു ലീഡിലേക്ക് എത്താൻ കഴിയുമെന്നൊരു അമിതമായ ആത്മവിശ്വാസം കോൺഗ്രസിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഭാഗത്തിൽ ഈ മുസ്ലിം വോട്ടുകൾ, അതായത് ഈ ദേശമംഗലം, വരവൂര്, വള്ളത്തോൾ നഗർ ഉൾപ്പെടുന്ന ആ ഒരു ബെൽറ്റിൽ മുസ്ലിം വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ വലിയ പ്രാധാന്യമുള്ള വോട്ടുകൾ ഉള്ള ഒരു കേന്ദ്രമാണ്. അപ്പോൾ അവിടെയുള്ള ഈ മുസ്ലിം വോട്ടുകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കൂട്ടത്തോടെ കെ രാധാകൃഷ്ണന് പോയിക്കൊണ്ടിരുന്ന വോട്ടുകളാണ്. അപ്പോൾ അതിൽ നിന്നും ഞങ്ങൾക്ക് ഇത്തവണ കൂടുതലായി മുസ്ലിം വോട്ടുകൾ ഞങ്ങളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് പങ്കുവയ്ക്കുന്നത്.